ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. പി ജെയിംസ് ആണ് സമയം. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് അമൃത പടിക്കാൽ. ഹായ്. ഗുഡ് മോർണിംഗ് സർ. സാർ, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ ആക്രമണം തന്നെയാണ്. ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ് അമേരിക്കയും ഇറാനും, അല്ലേ? തീർച്ചയായിട്ടും അമൃത. ശരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം, കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. അതുവരെ ഒരു ഇടവേള പോലെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടു പിറകെ വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിൽ മുട്ടി തുടങ്ങി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ തരത്തിൽ ആക്രമണങ്ങൾ നടന്നു എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഫ്രീഡം പ്രോജക്റ്റിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ ഹോർമൂസ് കടലിടുക്ക് 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇറാൻ കയറി ആക്രമണം നടത്തി അവരുടെ ഗൺബോട്ടുകൾ, അവരുടെ മിസൈലുകൾ അതൊക്കെ തടുത്തിടുകയും അതിൽ 6 ഇറാൻ ബോട്ടുകൾ മുക്കിയെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്ന് മാത്രമല്ല അവിടെ മൈനുകൾ പലതും വാരിക്കളഞ്ഞുവെന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാൻ അമേരിക്കയുടെ ഓയിൽ ടാങ്കറിന് നേരെയും വെടിവെച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ദക്ഷിണ കൊറിയൻ എണ്ണക്കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. ഇപ്പോൾ ഇറാന്റെ ഈ ബന്ധനം, അല്ലെങ്കിൽ ഇറാൻ അടച്ചിട്ട ഹോർമൂസ് കടലിടുക്ക് ബലപൂർവം തുറന്ന് ഈ കപ്പലുകളെ, ഏതാണ്ട് 1000കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കാണ്. ആ കപ്പലുകളെ അകമ്പടി സേവിച്ച് അമേരിക്ക പോയി എന്നുള്ളതാണ്. അമേരിക്ക അവകാശപ്പെടുന്നത് ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് കടന്നുവെന്നാണ്. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൽ വലിയ രീതിയിൽ ഇറാന്റെ അറ്റാക്ക് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ വെടിനിർത്തൽ ഏപ്രിൽ 8 വെടിനിർത്തൽ കഴിഞ്ഞ ശേഷം ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുമ്പോൾ വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ അത് ലംഘിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും ഏറ്റുമുട്ടുന്നു എന്ന വളരെ ആശങ്കാജനകമായിട്ടുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. ഇസ്രായേലും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. ഇനി എന്ത് എന്നുള്ളതാണ് അറിയാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അമേരിക്കൻ കപ്പലുകൾ ആക്രമിച്ചാൽ ഭൂമുഖത്ത് നിന്ന് ഇറാനെ തുടച്ചു നീക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ they will be washed off from the earth's face എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഭീഷണിയാണ്. പിന്നെ ട്രംപിന്റെ ഭീഷണിക്ക് പഴയ ചാക്കിന്റെ വിലയേ ഉള്ളൂ, അത് വേറെ കാര്യം. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ ഇറാൻ എന്നൊരു രാജ്യം ഉണ്ടാവില്ല ഭൂപടത്തിൽ എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോഴും പോരാട്ട വീര്യത്തോടെ നിലനിൽക്കുകയും തന്നെ ചെയ്യുന്നു. അമേരിക്കയിൽ വലിയ സമ്മർദ്ദമുണ്ട് ട്രംപിനെതിരെ. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കാണേണ്ടി വരും. ജെയിംസ് സാർ, ഇവിടെ ഹോർമൂസ് കൂടി സായുധമായ ഏറ്റുമുട്ടലിന് വേദിയാവുന്നു. UAE എണ്ണശേഖരണത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുന്നു. അലർട്ടുകൾ പിന്നെയും വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഉണ്ടോ എന്ന് അറിയില്ല, രാത്രിയൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ആത്യന്തികം ബാധിക്കാൻ പോകുന്നത് എവിടെയാണ്? എണ്ണവില ഉയരാൻ പോകുന്നു. ആളുകൾ വീണ്ടും ആശങ്കപ്പെടാൻ പോകുന്നു. കാരണം ഈ ഇവിടെ നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നടത്തിയ മുന്നേറ്റത്തിന്, ഫ്രീഡം പ്രോജക്റ്റിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഈ വെടിനിർത്തലിന് ശേഷം ഇറാൻ കയറി UAE ആക്രമിച്ചിരിക്കുന്നു. UAEയിലെ ഫുജൈറയിലെ ഓയിൽ ഫെസിലിറ്റി, എണ്ണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നു. 3 പേർക്ക് പരിക്കേറ്റു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇത് കാണാനായിട്ട്. എന്ന് മാത്രമല്ല ചൈനയിലേക്ക് ട്രംപ് പോകാനിരിക്കുന്നു. ആ ട്രംപ് പോകുന്ന പശ്ചാത്തലത്തിൽ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാകും. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും 40 ലക്ഷം മലയാളികൾ വല്ലാത്ത തരത്തിൽ ആശങ്കയിലേക്ക് നീങ്ങുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മറ്റു രാജ്യങ്ങൾ കയറി ഇറാൻ ആക്രമിക്കുമോ എന്നറിയില്ല. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.